ഹായ് നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹത്തിന് 2 ദിവസത്തിലേറെ പഴക്കമെന്ന് പോലീസ്. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ തിരുവനന്തപുരം സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ നോർത്ത് ജോലി ചെയ്തു വന്ന മദനകുമാർ എന്ന സിവിൽ പോലീസ് ഓഫീസറെയാണ് തിങ്കളാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇയാൾ താമസിച്ചു വന്നിരുന്ന പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂന്തുറ പോലീസ് ക്വാർട്ടേഴ്സ് C2-വിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായി കാണപ്പെട്ടു എന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹത്തിന് 2 ദിവസത്തിലേറെ പഴക്കമുണ്ട്. പാറശാല പരശുവെക്കൽ സ്വദേശിയാണ്. 5 മാസത്തിലേറെയായി ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ജീവനൊടുക്കുന്ന പോലീസുകാരുടെ എണ്ണം കേരളത്തിൽ ഉയർന്നു വരികയാണ്. മാർച്ചിൽ ആലുവ ഈസ്റ്റ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ KR ബാബുരാജിന്റെ മൃതദേഹം അങ്കമാലി പുളിയനത്തെ വീട് സമീപത്തെ മരത്തിൽ കെട്ടിത്തൂങ്ങി നിലയിൽ കണ്ടെത്തിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഏറെ നാളത്തെ സേവനത്തിന് ശേഷം ആലുവ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതിനാൽ സ്ഥലം മാറ്റവുമായി പൊരുത്തപ്പെടാൻ ഇദ്ദേഹത്തിന് പ്രയാസമുണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. പോലീസ് സേനയിലെ അംഗങ്ങൾക്കിടയിൽ ആത്മഹത്യാ മരണങ്ങൾ കൂടുതലായി തുടരുന്ന സാഹചര്യത്തിൽ മാനസിക ആഘാതവും മറ്റു പ്രശ്നങ്ങളും നേരിടുന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ആരംഭിക്കുന്നതിനുള്ള നടപടി എറണാകുളം റൂറൽ ഡിവിഷൻ അടുത്തായി ആരംഭിച്ചു. ജോലി സമ്മർദ്ദം, കുടുംബ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ കാരണം കഴിഞ്ഞയാഴ്ച മാത്രം സംസ്ഥാനത്തുടനീളം 5 പോലീസുകാർ ആത്മഹത്യ ചെയ്ത സമയത്താണ് ഇത്തരമൊരു സംരംഭം ഉയർന്നു വന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആദ്യ ചുവടുവെപ്പാണിത്. എറണാകുളം റൂറൽ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ ആശയത്തിൽ രൂപീകരിച്ച സപ്പോർട്ട് ഗ്രൂപ്പ് അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ADSP മാർഗനിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു. എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം മറ്റൊരു കേസിൽ കളമശ്ശേരിയിലെ ആംഡ് റിസർവ് പോലീസ് ക്യാമ്പിലെ ഡ്രൈവർ ജോബി ദാസ് ആത്മഹത്യ ചെയ്തിരുന്നു. ഏതാനും സഹപ്രവർത്തകരുടെ ഇടപെടൽ കാരണം തനിക്ക് ശമ്പള വർധനവ് നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ ജോബി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യരുത് എന്ന് ജോബി തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ 2 മക്കൾക്കായി ഉപദേശം നൽകിയിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതിജീവിക്കാൻ ശ്രമിക്കുക. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക.